الحمد لله الواحد القهار العزيز الغفار المهيمن الجبار القرار غافر الذنب وقابل التوبة والصلاة والسلام على من أرسله هاديا وداعيا وبشيرا ونذيرا ومنيرا وعلى آله الأطهار وأصحابه الأخيار والتابعين أجمعين أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. عباد الله، أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതാഅതു. സഹോദരന്മാരെ, ഒരു BBA MBA മാർക്കറ്റിംഗ് പഠിച്ച ഒരു വിദഗ്ധനേക്കാൾ വലിയ മാർക്കറ്റിംഗ് ആണ് ഇന്ന് ആദർശ രംഗത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസ ചൂഷണം, ദീനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചൂഷണമാണ് എവിടെയും നാം കാണുന്ന രീതി. നമ്മുടെ ഇന്ത്യ രാജ്യം നമുക്ക് നൽകുന്ന ആ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഇന്ന് നാം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം പല ആളുകളും പല പേരുകളിലും പണ്ഡിത വേഷത്തിലുമൊക്കെ അതിൽ കടന്നുകൂടി ആ വിശ്വാസത്തെ വികലമാക്കുന്ന പല രൂപങ്ങളുമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നാം ജീവിക്കുന്ന ഈ സമയത്ത് റബീഉൽ അവ്വൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനമാണ് എന്ന് പറയപ്പെടുന്ന ആ റബീഉൽ അവ്വൽ വലിയ ചൂഷണമാണ് ഇന്ന് നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, UPയിലെ ജനങ്ങളെ, ആ UP സംസ്ഥാനത്തെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ അവിടെയുള്ള മൗലാനന്മാരെ വലവീശി ചാക്കിലാക്കി എങ്ങനെയാണോ ആ രാജ്യത്തെ ഇപ്പോൾ നാം നോക്കിക്കാണുന്നത്, അതേ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലേക്കും അടുത്തടുത്ത് വരികയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമുക്ക്, വഹിദുകളായ നമുക്ക് ഇവിടെ ചിലത് ചെയ്യാനുണ്ട്. ആദർശം, വിശ്വാസം അതതിൻ്റെ തനിമയോടുകൂടി നാം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഒരാളും ഇതിൽ നിന്ന് അകന്നു നിൽക്കാൻ പാടുള്ളതല്ല. കാരണം ആ പാർട്ടിയും KKICയും പിന്നെ സയ്യിദ് വലത് ആദം എന്ന് പറഞ്ഞുകൊണ്ട് ആ റബീഉൽ അവ്വലിൽ അവിടെ വലിയ പ്രവർത്തനങ്ങൾ, വലിയ ആഘോഷങ്ങൾ നടക്കുന്നില്ലേ? അതേപോലെ തന്നെയല്ലേ ഞങ്ങളും പ്രവാചകന്റെ പേരിൽ ആഘോഷം കൊണ്ടാടുന്നു? സഹോദരന്മാരെ, ഇവിടെയാണ് എന്താണ് ആഘോഷം, എന്താണ് ആഘോഷമല്ലാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ യഥാർത്ഥത്തിൽ നമ്മൾ നിഷേധിക്കുന്നത് പ്രവാചകൻ കൊണ്ടുവരാത്ത ഒരു ആഘോഷം, 2 ആഘോഷമാണ് ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ. മൂന്നാമത്തെ ഒരു ആഘോഷം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് പ്രവാചകന്റെ പേരിലാകുമ്പോൾ, ആ പ്രവാചകന്റെ ജനനത്തെ സംബന്ധിച്ചുള്ള ആ പ്രവാചകന്റെ നാമത്തിലാകുമ്പോൾ അത് വലിയ ബിദ്അത്തായി മാറുന്നു. ആ ദിവസത്തിൽ തന്നെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറയാനോ അല്ലെങ്കിൽ ആ സയ്യിദ് വലത് ആദം എന്ന് പറയുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഉന്നതനാണ് പ്രവാചകൻ എന്ന ആ പ്രവാചകന്റെ സ്വഭാവം വിവരിക്കാനോ നിങ്ങളൊരു വേദി കെട്ടി അവിടെ പ്രസംഗിക്കുന്നുവെങ്കിൽ, ആ പ്രവാചകനെ പറ്റി ഉള്ള വിവരണം നൽകുന്നുവെങ്കിൽ, അങ്ങനത്തെ ഒരു പ്രസംഗം നൽകുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ ബിദ്അത്തല്ല. ഇവിടെ ബിദ്അത്ത് കടന്നു വരുന്നത് എവിടെയാ? അതൊരു ആഘോഷമായി, പെരുന്നാൾ പോലെ
മുസ്ലിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു ആഘോഷമായി മനുഷ്യൻ കാണുമ്പോഴാണ്. ആ ആഘോഷമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ആഘോഷത്തെ അതിൻ്റെ തണലിലാണ് ഇന്ന് പലതും വിജയിക്കപ്പെടുന്നത്, വലിയ വലിയ മാർക്കറ്റിംഗ് നടക്കുന്നത്. ആലോചിച്ച് നോക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശം, കോശം രണ്ടും അല്ലേ, ഇതിൻ്റെ ഒക്കെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മാർക്കറ്റിംഗ് ആണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കേണ്ട സഹോദരന്മാരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന് ആർക്കും തർക്കമില്ല. കാരണം അത് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും പഠിപ്പിച്ചതാണ്. അതാണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഷഹാദത്തിന്റെ ആ ഇത് തന്നെ പൊരുൾ അതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നൊരു വ്യക്തി അവരിടുമ്പോൾ പറയുമ്പോൾ അത് അവന്റെ മനസ്സിൽ തട്ടണമെങ്കിൽ ആ പ്രവാചകനോടുള്ള സ്നേഹം വേണം. ആ പ്രവാചകനോടുള്ള ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാകുകയില്ല പിന്നെ മക്കളെക്കാൾ, മാതാക്കളെക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാളും ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടവനാവുന്നത് വരെ ഒരാളും വിശ്വാസിയാകുകയില്ല എന്നുള്ളതാണ്. അപ്പൊ സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ സ്വഹാബത്തൊക്കെ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത്? അതാണ് നാം ആദ്യം പഠിക്കേണ്ടത്. ഖൈറുൽ ഖുറൂനി ഖർനി എന്ന് പറയുന്ന ആ ഉത്തമ നൂറ്റാണ്ടുകാരായ സ്വഹാബത്ത് എങ്ങനെയാണോ പ്രവാചകനെ സ്നേഹിച്ച് ആ രൂപത്തിൽ നാം സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നാം ഇസ്ലാമിന് പുറത്താ. അതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകന് നോക്കുന്നു, സ്നേഹത്തിന് പല പല വീതികളുണ്ട്, പല രംഗങ്ങളുണ്ട്, പല ഭാഗങ്ങളുണ്ട്. അതിലൊരു രംഗം ഹദീസ് ഗ്രന്ഥത്തിൽ വിശദീകരിക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് സൗബാൻ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയായ സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, എനിക്ക് പ്രവാചകനെ കാണാൻ അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്. പ്രവാചകനെ കാണാതിരിക്കാൻ, ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ എനിക്ക് സഹിക്കില്ല. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു പോയപ്പോൾ അദ്ദേഹത്തിനാകെ പ്രയാസമായി. അങ്ങനെ അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നിറം മാറിയിട്ടുണ്ട്, ശരീരമൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്, അങ്ങേയറ്റത്തെ ദുഃഖം അദ്ദേഹത്തിന്റെ മുഖത്ത് പ്രകടമാകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ചോദിക്കുന്നു, മാ ഗയ്യറക ലൗനുക യാ സൗബാൻ, സൗബാനെ എന്താണ് നിന്റെ നിറം മാറ്റിയത്? എന്ത് പറ്റി എനിക്ക്? എന്താ അങ്ങനെ ക്ഷീണിതനായിരിക്കുന്നത്? ഖാല, അദ്ദേഹം പറയും, യാ റസൂലല്ലാഹ്, തിരുദൂതരെ, മാ ബി ളുറും വലാ വജ, എനിക്കൊരു പ്രയാസവുമില്ല, പക്ഷെ എനിക്കൊരു വേദനയും അനുഭവിക്കുന്നില്ല. ഇദാലം അറാക ഇസ്തഖത്തു ഇലൈക്, നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ പ്രവാചകരെ അങ്ങയെ കാണാനില്ല അങ്ങേറ്റത്തെ കൊതിയാണ് ഞാൻ ഈ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത്. അങ്ങേറ്റത്തെ ഏകാന്തത അനുഭവപ്പെടുകയാണ് താങ്കളെ കാണാതിരിക്കുമ്പോൾ. കണ്ടുമുട്ടുന്നവരെ എനിക്ക് ഏകാന്തതയാണ്. സുമ്മദക്കർത്തുല്ലാഹിറ, അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പരലോകവും മരണത്തെ പറ്റി ഓർത്തത്. അഖാഫു അല്ലാ അറാക ഹുനാക, ഞാനെങ്ങാനും മരിച്ചാൽ ആ പരലോകത്ത് വെച്ച് നിങ്ങളെ കാണൂലേ എന്ന ഭയപ്പാടിലാണ് ഞാൻ. കാരണം എന്താ? ലിഅന്നി അറഫ്തു അന്നക തർഫഉ മഅൻ നബിയ്യിൻ, താങ്കൾ ആ സ്വർഗലോകത്ത് പ്രവാചകന്മാരോടൊപ്പം ഉന്നത ശ്രേണിയിലായിരിക്കും. വഅന്നീ ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ തന്നെ കുന്തു ഫീ മൻസിലത്തിൻ, ഞാൻ അതിന്റെ താഴെ സ്ഥലത്തായിരിക്കും, സ്ഥാനത്തായിരിക്കും. ഈ അദ്നാമിൻ മൻസിലത്തിക്ക്, താങ്കളുടെ സ്ഥാനത്തേക്കാൾ കുറഞ്ഞ ആ താഴെ പടിയിലായിരിക്കും ഞാൻ ആ സ്വർഗത്തിൽ ഉണ്ടാകുക. വഇല്ലം അദ്ഖുല്ലം അറാക അബദ, ഇനി ഞാൻ ആ സ്വർഗത്തിൽ പ്രവേശിച്ചില്ലെങ്കിൽ താങ്കളെ എനിക്ക് കാണാൻ ഒരിക്കലും സാധ്യമല്ല. ഫഅൻസലല്ലാഹ്, സൗബാൻ റളിയല്ലാഹുവിന്റെ പേരിലാണ് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയ. നോക്കൂ നിങ്ങൾ, വമൻ യുതഅല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യിൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. ആരാണോ അല്ലാഹുവിനെയും തിരുദൂതരെയും അനുസരിച്ച് ജീവിക്കുന്നത് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചെയ്ത പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുമാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സച്ചരിതരായ ആളുകളോടൊപ്പം അവരോടൊപ്പമായിരിക്കും ആ സ്വർഗലോകത്ത്.
വഹസ്ന ഉലൈക റഫീക, ഈ കൂട്ടുകാർ എത്ര നല്ല കൂട്ടുകാരാണ്. പ്രവാചകന്മാരും സിദ്ദീഖുമാരും ശുഹദാക്കളുമാകുന്ന സാലിഹുകളുമാകുന്ന കൂട്ടുകാരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ എന്ന ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗലിയായ സൗബാന് ചൊല്ലിക്കൊടുക്കുകയാണ്. സഹോദരന്മാരെ, ആലോചിച്ച് നോക്കുങ്ങൾ. അപ്പോ സ്നേഹത്തിന്റെ ഒരു വീതി, അതിന്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ വൈകാരികമായി പ്രവാചകനെ സ്നേഹിക്കുന്ന ആ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ആലോചിക്കും, അവരാരെങ്കിലും ഇതേപോലെ ഒരു കൊടിയും പിടിച്ച് പ്രകടനം വിളിച്ച് വൈതടഞ്ഞുകൊണ്ട് ഉള്ള ഒരു ആഘോഷം ഇസ്ലാമിൽ അവരാരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ സഹോദരന്മാര്? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇവിടെ ജീവിച്ചില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണശേഷം അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അവരൊക്കെ പലരും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഖലീഫമാരിൽ ആരെങ്കിലും ഒരാൾ ഈ കൊടിയും പിടിച്ച് പ്രകടനം നടത്തിക്കൊണ്ട് വൈതടസ്സം ഉണ്ടാക്കിക്കൊണ്ട് ഇസ്ലാമിനെ നാണം കെടുക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ആഘോഷം അവരാരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ സഹോദരന്മാരെ? മഹാനായ നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധസംഘത്തെ അയക്കുകയാണ്. ആ യുദ്ധസംഘത്തിൽ നിന്ന് പിന്നെ ഏതാനും ചില തടവുകാരെ പിടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഒരു തടവുകാരനെ മദീന തൂണിൽപ്പെട്ട മസ്ജിദിന്റെ തൂണിൽപ്പെട്ട ഒരു തൂണിൽ കെട്ടിയിട്ടു. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തൂണിൽ കെട്ടിയിട്ട ആളെടുത്തേക്ക് എന്നും ചെല്ലും. 3 ദിവസം തുടർച്ചയായി ചെന്നു. എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാ ഇന്ദക സുമാം, എന്താ എൻ്റെ അടുത്തുള്ളത് സുമാമേ എന്ന് ചോദിക്കും. ഫഖാല ഇന്ദി ഖൈറുൻ യാ മുഹമ്മദ്, ഒരുപാട് ഖൈറുണ്ട് മുഹമ്മദേ, ഒരുപാട് സമ്പത്ത് എൻ്റെ അടുത്തുണ്ട്. ഇൻ തഖ്തുലനി തഖ്തുൽ ദാദമീൻ, നീ എന്നെ കൊല്ലുകയാണെങ്കിൽ രക്തരൂക്ഷിതമായ ഒരു മനുഷ്യനെയാണ് താങ്കൾ കൊല്ലുന്നത്. വഇൻ തുൻഇം അലാ ശാക്കിർ, നീ അനുഗ്രഹം ചെയ്യുകയാണെങ്കിൽ നന്ദിയുള്ള ഒരു മനുഷ്യനോടാണ് നീ അനുഗ്രഹം ചെയ്യുന്നത് എന്ന് ആ സുമാമ പറയുകയാണ്. ആ തൂണിൽ, മദീന പള്ളിയുടെ തൂണിൽ കെട്ടിയിട്ട് ആ സുമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, വഇൻ കുൻത തുരീദുൽ മാൽ ഫസൽ മിൻഹു മാ ശിഅത, എനിക്ക് സമ്പത്താണ് മുഹമ്മദ് ആവശ്യമുണ്ടെങ്കിൽ ആ സമ്പത്തിനോട് ചോദിച്ചോ, ഞാൻ തരാൻ തയ്യാറാണ്. ഇങ്ങനെ 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇയാളുടെ അടുത്ത് പോയി ഇയാളോട് ഈ ചോദ്യം ചോദിക്കുകയും അയാൾ ഈ ഉത്തരം ആവർത്തിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ലിഖൂ സുമാമ, സഹാബത്തിനോട് പറഞ്ഞു, സുമാമനെ നിങ്ങൾ കെട്ടയച്ച് വിട്ടാളി, ആ തൂണിൽ നിന്ന് കെട്ടയച്ച് മോചിപ്പിച്ചാളി. ഫദഹബ, അങ്ങനെ സുമാമ പോയി. വഖ്തസല, അദ്ദേഹം കുളിച്ചു വൃത്തിയായി വന്നു. സുമ്മ ദഖലൽ മസ്ജിദ, അങ്ങനെ പള്ളിയിൽ കയറി, മദീന പള്ളിയിൽ കയറി. ഫഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, യുദ്ധത്തിൽ ബന്ധനസ്ഥനായി പിടിക്കപ്പെട്ട ആ സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ മനുഷ്യനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയ പെരുമാറ്റം കാരണം ഇത്തരം ഈ രൂപത്തിൽ പെരുമാറുന്ന ഒരു നേതാവിനെ ഇതേവരെ ആ മനുഷ്യൻ കണ്ടിട്ടില്ല. അയാൾ കുളിച്ച് വൃത്തിയായി വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. എന്നിട്ട് നബിയോട് പറയാണ്, എന്താ പറയണത്? സുമ്മഖാൽ യാ മുഹമ്മദ്, ഓ മുഹമ്മദ്, വല്ലാഹി മാ കാന ലിൽ അർളി വജ്ഹുൻ അബ്ഗള ഇലയ്യ മിൻ വജ്ഹിക, നബി മുഹമ്മദേ, ഭൂമുഖത്ത് നിന്റെ മുഖത്തേക്കാൾ വെറുപ്പുള്ള കോപമുള്ള ഒരു മുഖം എനിക്ക് വേറെ ഉണ്ടായിരുന്നില്ല. ഫഖദ് അസ്ബാ വജ്ഹുക ഹബ്ബൽ വുജൂഹിലിയ, ഇന്നിതാ നിന്റെ മുഖം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖമാണ് മുഹമ്മദേ. നോക്കൂ നിങ്ങൾ, ആ പ്രവാചകനോടുള്ള സ്നേഹമാണ് അവിടെ ആ കാണുന്നത് സഹോദരന്മാർ. വല്ലാഹി മാ കാന മിൻ ദീനിൻ അബ്ഗള ഇലയ്യ മിൻ ദീനിക, മുഹമ്മദ് നബിയെ താങ്കളുടെ ദീനേക്കാൾ, ഇസ്ലാം ദീനിനേക്കാൾ ഏറ്റവും കോപമുള്ള, ഏറ്റവും ബുഗ്ളുള്ള ഒരു ദീൻ എനിക്കുണ്ടായിരുന്നില്ല. ഫഅസ്ബാ ദീനുക അഹബ്ബദ്ദീനി ഇലയ്യ, ഇന്നിതാ ഇസ്ലാം ദീൻ, താങ്കളുടെ ദീനാകുന്ന ഇസ്ലാം ദീൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി മാറിയിരിക്കുന്നു. വമാ കാന ബിക അബ്ഗള ഇലയ്യ മിൻ ബലദിക, താങ്കളുടെ രാജ്യത്തേക്കാൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മറ്റൊരു രാജ്യമുണ്ടായിരുന്നില്ല. ഫാസ്ബഹ വലതുക ഹബ്ബൽ ബിലാദി ഇലയ്യ, ഇന്നിതാ താങ്കളുടെ ആ രാജ്യം, ആ വലത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യമായി മാറിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, ആ പ്രവാചകനോടുണ്ടായിരുന്ന ആ സ്നേഹത്തിന്റെ മറ്റൊരു വീതിയാണ്. ശത്രുവായിരുന്നപ്പോൾ പോലും ആ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ, പ്രവാചകനെ കണ്ടുമുട്ടി ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ, പ്രവാചകന്റെ സ്വഭാവം മനസ്സിലാക്കിയപ്പോൾ ഇസ്ലാമിലേക്ക് വന്ന ആ മനുഷ്യന്റെ മനസ്സ് നിങ്ങളൊന്ന് വായിച്ചു. ഈ രൂപത്തിൽ ഇയാള് ഉസാമ പിന്നെയും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സ്നേഹിച്ച ആ മുഹമ്മദ് നബിയെ
ഒരു ആഘോഷം അവരാരും ആഘോഷിച്ചില്ല സഹോദരന്മാരെ. ആലോചിച്ചു നോക്കുങ്ങള്. മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് തൻഈമിലേക്ക്. അവിടെ കൊണ്ടുപോയി ക്രൂശിക്കാൻ വേണ്ടി ആ തൂക്കുകാരിൽ ഇങ്ങനെ കെട്ടിത്തൂക്കുമ്പോ ആ മുശ്രിക്കുകളിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഒരു മുശ്രിക്ക് ചോദിക്കുകയാണ്, നിന്റെ ഈ തൂക്കുകയറിൽ നിന്റെ നേതാവായ മുഹമ്മദിനെ കൊണ്ടുവന്നാൽ നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് മോചിപ്പിക്കാം. ആ സഹാബി പറയാണ്, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ കുടുംബത്തിൽ ശാന്തനായി മുത്മഇന്നായി ആമിനായി നിർഭയത്വത്തോടു കൂടി ഒരു ദിവസം ജീവിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ ഒരു മുള്ള് തറച്ചിട്ട് ആ ഒരു മുള്ള് തറക്കുന്ന വേദന പോലും ആ വേദനിച്ചു കൊണ്ടുപോലും എന്റെ മോചനം ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ കുടുംബത്തിൽ അങ്ങനെ ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. നോക്കൂ നിങ്ങൾ, ആരാണിത്? ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അല്ലേ? ആ സഹാബിയെ അവര് കഷ്ണമാക്കി അവര് പിച്ച് ചീന്തുകയാണ്, സഹോദരന്മാരെ കൊല ചെയ്യുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള സഹാബത്തൊക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് സഹാബാക്കൾ, നബിയുടെ അനുയായികൾ അവരുണ്ട്. ആ ഖൈറുൽ ഖുറൂൻ ഇത്തരത്തിലുള്ള ഒരു ആഘോഷം ആഘോഷിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഉമിനീരിനെ പറ്റി അവർ പ്രതിപാദിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് സഹോദരന്മാരെ, ഇസ്ലാമിന്റെ വളരെ ആസൂത്രിതമായ വലവീശലാണിത്. മൗലാനമാരെ പിടിച്ചുകൊണ്ട്, മുസ്ലിം നേതാക്കളെ പിടിച്ചുകൊണ്ട് ഇസ്ലാമിനെ തകർക്കാനുള്ള ഏക മാർഗം ഈ മൗലാനന്മാരെ കൈപിടിക്കലാണ്. അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുപിയിൽ അതേ ചിത്രം ഇതാ കേരളത്തിലേക്ക് അടുത്ത കാലത്ത് തന്നെ കയറി വരും. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ചാനലുകൾ പ്രവർത്തിക്കുന്നത്. ആ ചാനലുകളുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ. നിങ്ങൾ ചാനലുകൾ ഒരു വിഭാഗത്തെ പിന്നെ വേട്ടക്കാരനായും അതിന്റെ ന്യൂനപക്ഷ വിഭാഗമായ തൗഹീദിന്റെ ആളുകളെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകൾ സംരക്ഷകരായും വരും. ഇങ്ങനെ ഓരോരോന്ന് കഷ്ണമാക്കി എടുത്ത് ആ തൗഹീദിന്റെ ആളുകളുടെ മുഖം വികൃതമാക്കി ലോകത്തിന് പ്രദർശിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആ മൗലാന്മാരിലൂടെ ഈ ചാനലിലൂടെ കടന്നു വന്ന് ഇസ്ലാമിനെ തകർക്കാനുള്ള ഐഡിയകളാണ്, തന്ത്രങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരൻ. അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പാന്താവ് യഥാർത്ഥ പാന്താവ് അള്ളാഹുവിന്റെ സിറാത്തുൽ മുസ്തഖീമിലാണ്. ആ മുസ്തഖീമിനെ നിങ്ങൾ പിൻപറ്റുക. പല സുബിലുകളെ, പല വഴികളെ നിങ്ങൾ പിൻപറ്റിപ്പോകരുത്. അങ്ങനെയായെങ്കിൽ നിങ്ങൾ വഴി പിഴച്ച് യഥാർത്ഥ പാന്താവിൽ നിന്ന് വഴി പിഴച്ചു പോകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതിലുള്ള ആശയം ഇതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹി ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ വേണ്ടി വസിയത്തിട്ടുള്ള എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണമടഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, ഞങ്ങളുടെ സഹോദരന്മാർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.